നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 24 എക്സലിലെ രണ്ട് ഫങ്ഷൻസ് ആണ്, ടെക്സ്റ്റ് ബിഫോറും ടെക്സ്റ്റ് ആഫ്റ്റർ. അപ്പം ടെക്സ്റ്റ് ബിഫോർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈക്വൽ ടു ടെക്സ്റ്റ് ബിഫോർ പറഞ്ഞ ഫങ്ഷൻ എടുക്കുക. ഫസ്റ്റ് നെയിം സെലക്ട് ചെയ്യുക, കമ ഡബിൾ കോട്ട് സ്പേസ് ഡബിൾ കോട്ട് കമ 2 പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമുക്ക് അനാമിക അരവിന്ദ് പറഞ്ഞ പേര് കിട്ടും. ടെക്സ്റ്റ് ബിഫോർ ഫങ്ഷൻ. ഇനി നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം 3 നെയിംസ് ഇല്ലാത്തത് കൊണ്ടാണ്, അതായത് ഇനീഷ്യലും കൂടെ വെക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ നോട്ട് ആപ്ലിക്കബിൾ പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഫങ്ഷൻ മാറ്റി കൊടുക്കാം. ഇപ്പൊ 2ക്ക് പകരം 1 കൊടുത്താൽ നമുക്ക് അനാമിക മാത്രം വരും. ഫസ്റ്റ് നെയിം മാത്രം വരും. നമുക്ക് ടെക്സ്റ്റ് ബിഫോർ എന്ന ഫംഗ്ഷന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബിഫോർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തത്. ഇനി നമ്മൾ ടെക്സ്റ്റ് ആഫ്റ്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈക്വൽ ടു ടെക്സ്റ്റ് ആഫ്റ്റർ ഫസ്റ്റ് നെയിം സെലക്ട് ചെയ്യുക, കൊമ ഡബിൾ കോട്ട് സ്പേസ് ഡബിൾ കോട്ട് കൊമ 1 കൊടുത്തു കഴിഞ്ഞാൽ അരവിന്ദ് പി പറഞ്ഞ നെയിം ആയിരിക്കും കിട്ടുന്നുണ്ടാവുക, അതായത് ലാസ്റ്റ് നെയിം. ഇനിയിപ്പോൾ ഇവിടെ ടു കൊടുത്താൽ പി മാത്രം. താങ്ക് യു.